ഓം കാർപ്പണ്യദോഷോപഗതസ്വഭാവകവൃക്ഷാമത്താം ധർമ്മസമൂഢചേതക യശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഗീതയിലെ 14-ാം അധ്യായം ഗുണത്രയ വിഭാഗയോഗം 11-ാമത്തെ ശ്ലോകമാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. 1 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതൊന്ന് പാരായണം ചെയ്തുകൊണ്ട് അടുത്ത ഭാഗം ആരംഭിക്കാം. അത് ചതുർദശോധ്യായക ഗുണത്രയ വിഭാഗയോഗ. ശ്രീ ഭഗവാനുവാച പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാത്വാ മുനയ സർവേ പരാം സിദ്ധിമിതോ ഗതാഃ. ഇദം ജ്ഞാനമുപാസത്യ മമ സ്വധർമ്മ്യമാഗത സർഗേ അഭിനോപജായന്തേ പ്രളയേന വിദന്തി ച. മമ ജ്യോനിർമഹദ് ബ്രഹ്മ തസ്മിൻ ഗർഭം ദദാമ്യഹം സംഭവഃ സർവഭൂതാനാം തതോ ഭവതി ഭാരത. സർവയോനീഷു കൗന്ദേയ മൂർത്തയഃ സംഭവന്തി യാം താസാം ബ്രഹ്മ മഹദ്യോനി അഹം ബീജപ്രദപിതാ. സത്വം രജസ്തമൈതി ഗുണാ പ്രകൃതി സംഭവ നിബന്ധനന്തി മഹാബാഹോ ദേഹേ ദേഹീനമവ്യയം. തത്ര സത്വം നിർമ്മലത്വാൽ പ്രകാശകനാമയം സുഖസംഖ്യേന ബന്ധനാദി ജ്ഞാനസംഖ്യേന ജാനക. രജോരാഗാത്മകം വിദ്ധി തൃഷ്ണാസംഗസമുദ്ഭവം തനിബന്ധനാദി കൗന്ദേയ കർമ്മസംഖ്യേന ദേഹിനം. തമസ്തജ്ഞാനജം വിധി മോഹനം സർവദേഹിനാം പ്രമാദമാലസ്യ നിദ്രാപി തനിബന്ധനാദി ഭാരത. സത്വം സുഖേ സഞ്ജയന്തി രജകർമ്മണി ഭാരത. ജ്ഞാനമാവർത്തിതു തമ പ്രമാദേ സഞ്ജയദ്യുത. രജസ്തമാശാഭിഭൂയ സത്വം ഭവതി ഭാരത. രജസത്വം തമശ്ചൈവ തമസത്വം രജസ്തത. ഈ 3 ഗുണങ്ങളും എല്ലാവരിലും ഉണ്ട്. വാസനയ്ക്ക് അനുസരണമായിക്കൊണ്ട് ഓരോവനിലും ഓരോ ശരീരത്തിലും ഇല്ലേ ഓരോരുത്തരുടെ സ്വഭാവത്തിലും ഇവയിൽ ഒന്ന് പ്രബലമായിരിക്കും. അതായിരിക്കും ആ പ്രബലമായിരിക്കുന്നത് എന്തോ ആ വ്യക്തിയുടെ സ്ഥായിയായ സ്വഭാവം അതനുസരിച്ചായിരിക്കും ഇഷ്ടാനിഷ്ടങ്ങളും ജന്മവാസനകളും ഒക്കെ പ്രകടമാകുന്നത്. കർമ്മവാസനകളും ഒക്കെ പ്രകടമാകുന്നത് ഏത് ഗുണമാണോ പ്രബലമായി നിൽക്കുന്നത്. സത്വഗുണമാണെങ്കിൽ സത്വഗുണം, രജോ ഗുണമാണെങ്കിൽ രജോ ഗുണം, തമോ ഗുണമാണെങ്കിൽ തമോ ഗുണം, അതായിരിക്കും ആ വ്യക്തിയുടെ പ്രകടമായ സ്വഭാവം. മാത്രമല്ല ഒരേ ആളിൽ തന്നെ ത്രിഗുണങ്ങളുടെ അനുപാതം വിവിധ ഘട്ടത്തിൽ വിവിധ തരത്തിലാവാം. അപ്പം ഒരു ദിവസം സത്വഗുണം പ്രഭാവം കൂടി നിന്നാൽ പിറ്റേ ദിവസം അതേ ഗുണം പ്രഭാവം ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ മൂഡ് വ്യത്യാസം വരാൻ കാരണം. ഇപ്പൊ ഒരേപോലെ പ്രകൃതിയിൽ പ്രകടമാകുന്ന പോലെ തന്നെ കൃത്യമായിട്ട് രാവിലത്തെ 3 മണിക്കൂർ സത്വഗുണം മാത്രം, പിന്നെ 6 മണിക്കൂർ രജോ ഗുണം മാത്രം, പിന്നെ 15 മണിക്കൂർ തമോ ഗുണം മാത്രം, അങ്ങനെ പ്രബലതയോടുകൂടി പ്രകടമാകുമായിരുന്നെങ്കിൽ നമ്മുടെ ഈ സ്വഭാവത്തിൽ ഓരോ ദിവസവും നമ്മുടെ സ്വഭാവം ഒരേപോലെ ഇരിക്കുമായിരുന്നു. അപ്പൊ പ്രകൃതിക്ക് മാറ്റമും അത് സ്ഥിരനിഷ്ഠമായിട്ട് സത്വഗുണം 3 മണിക്കൂർ, ആ 3 മണിക്കൂർ ഉള്ളപ്പോൾ തന്നെ പ്രകൃതിയിൽ തന്നെ ഈ 3 ഗുണങ്ങളുടെ പ്രഭാവം ഉണ്ടാവും. അതിൽ പ്രബലത കൂടുതൽ സത്വഗുണത്തിനാണെന്നേ ഉള്ളൂ. അപ്പൊ രജോ ഗുണം കൂടി നിൽക്കുന്ന സമയം 6 മണിക്കൂറും രജോ ഗുണത്തിനാണ് പ്രഭാവം, പ്രബലത കൂടുതൽ പ്രകൃതിക്ക്. എങ്കിലും ഈ 2 ഗുണങ്ങളും അവിടെ അവൈലബിൾ ആണ്. ഇനി തമോ ഗുണം കൂടി നിൽക്കുമ്പോഴും സത്വഗുണത്തിന്റെയും രജോ ഗുണത്തിന്റെയും സാന്നിധ്യം ഉണ്ടാവും. തമോ ഗുണത്തിന് പ്രബലത കൂടുതലാണ്. ഇതേപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ സാത്വികനോ രാജസനോ താമസനോ ആയാലും, ഇപ്പൊ ഞാൻ സാത്വികനാണെന്ന് എനിക്ക് ഉറപ്പാ. പക്ഷെ എന്നാലും ചില സമയത്ത് ഈ രജോ ഗുണവും തമോ ഗുണവും പ്രബലത കൈവരാം. അത് ഏതു ഗുണമാണോ പ്രബലത കൈവരുന്നത് അതനുസരിച്ചായിരിക്കും ആ നിമിഷം നമ്മൾ പ്രവർത്തിക്കുക. അപ്പൊ ഈ നിമിഷം സത്വഗുണമാണ് പ്രബലത എങ്കിൽ സത്വഗുണം അനുസരിച്ചുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇനി രജോ ഗുണം, ഈ പ്രവൃത്തി എന്ന് പറയുന്ന ഞാനിപ്പോ പറയുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കർമ്മം പോലും രജോ ഗുണത്തിന്റെ പ്രഭാവത്തിന്റെ സാന്നിധ്യത്തിലാണ് ചെയ്യുക. സത്വഗുണം ആകുന്ന അറിവ് പ്രകടമാക്കണമെങ്കിൽ, ആ പ്രകടമാക്കുന്ന ക്രിയായോഗം സാധിക്കണമെങ്കിൽ അവിടെ രജോ ഗുണത്തിന്റെ സാന്നിധ്യം ഉണ്ടാവണം. അപ്പൊ ഈ 3 ഗുണങ്ങളെ എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം.
അപ്പോൾ ഓരോ വ്യക്തിയുടെ ടോട്ടൽ സ്വഭാവത്തിൽ ഏത് ഗുണമാണോ പ്രബലതയുണ്ടാകുന്നത് അതനുസരിച്ചായിരിക്കും ആ വ്യക്തിയുടെ ജന്മസിദ്ധമായ വാസന, കർമ്മവാസന, ആഹാരം കഴിക്കുന്നതിലും ചാൽചലനങ്ങളിലും അല്ലെങ്കിൽ നടപ്പിലും എടുപ്പിലും ഒക്കെ സത്വഗുണ പ്രഭാവമാണ് പ്രബലതയെങ്കിൽ സത്വഗുണാത്മകനായിരിക്കും. പക്ഷെ എന്നിരുന്നാലും അവിടെ രജോ ഗുണവും തമോ ഗുണത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. ഒരു ദിവസത്തിൽ തന്നെ പ്രകൃതിക്ക് മാറുന്നതനുസരിച്ച് നമ്മുടെ സ്വഭാവവും മാറും, പ്രബലത മാറി വരാം. സത്വഗുണ പ്രഭാവം ഉണ്ടെങ്കിലും രജോ ഗുണമുള്ളപ്പോൾ രജോ ഗുണം പ്രബലത നമ്മളിലും വരും. തമോ ഗുണം പ്രബലത പ്രകൃതിയിൽ കൂടുതലുള്ളപ്പോൾ നമ്മളിലും തമോ ഗുണം വരും. അതുകൊണ്ടാണ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ടോട്ടലി എല്ലാവരും രാത്രിയായി കിടന്നുറങ്ങുമല്ലോ, ഓട്ടോമാറ്റിക്കായിട്ട് കിടന്നുറങ്ങും. ഉച്ചയ്ക്ക് ഊട് കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും 99% ആൾക്കാർക്ക് ഉറക്കം വരും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രകൃതിയുടെ ഗുണങ്ങളോട് യോജിച്ച് തന്നെയാ പോകുന്നത്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ 3 ഗുണങ്ങളും ഇല്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. അപ്പൊ ഇത് വേണ്ടത് വേണ്ട സമയത്ത് ഉപയോഗിക്കാൻ പഠിക്കണം. അത് എന്തു ചെയ്താലും ചിന്തയും വാക്കും പ്രവർത്തികളും ഒക്കെ സത്വഗുണത്തെ വർദ്ധിപ്പിക്കണം. അവിടെ ജ്ഞാനം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഭൗതികമായിട്ടുള്ള വിഷയങ്ങൾ പഠിച്ചിട്ട് അതിൽ പ്രബലത നിങ്ങൾക്ക് വരണമെങ്കിൽ, അത് ശ്രേഷ്ഠമാക്കി തീർക്കണമെങ്കിൽ സത്വഗുണത്തിന്റെ സഹായം ഇല്ലാതെ നടക്കില്ല. അതുകൊണ്ടാണ് പൂർവികന്മാർ പറഞ്ഞത്, കുട്ടികൾ പഠിക്കുന്നത് ബ്രഹ്മമുഹൂർത്തത്തിൽ ഇല്ലെങ്കിൽ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പഠിച്ചാൽ പ്രഭാതകാലത്ത് ഇല്ലേ രാത്രിയിൽ പഠിക്കുന്നതിൽ ഇല്ലേ ബാക്കിയുള്ള സമയത്ത് പഠിക്കുന്നതിലും ഗ്രാഫിക് പവറും മെമ്മറി പവറും കൂടാനുള്ള സാധ്യത കൂടുതൽ ഈ സത്വഗുണ പ്രഭാവം കൂടുതലുള്ള ബ്രഹ്മമുഹൂർത്തം, അതായത് സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പഠിക്കുന്നവർക്ക് ഗ്രാഫിക് പവറും മെമ്മറി പവറും ഓട്ടോമാറ്റിക്കായി കൂടും. അപ്പൊ സത്വഗുണ പ്രഭാവത്തെ നമ്മൾ വർദ്ധിപ്പിക്കണം. അത് നമുക്ക് ക്വാണ്ടിറ്റി ക്വാളിറ്റി ഒക്കെ ടോട്ടലി പ്രകൃതിയിലും കുറവാണ്, നമ്മുടെ ജീവജാലങ്ങളിലും സത്വഗുണത്തിന്റെ പ്രഭാവം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അറിവിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ എന്താ പറഞ്ഞ വളരെ ലുപ്തനാണ്. കാരണം അറിവ് സമ്പാദിക്കുന്നതിലും അറിവ് നേടി അത് ഉപയോഗിക്കുന്നതിലും ഒക്കെ നമ്മൾ വളരെ പിന്നോട്ട് ആലസ്യം കാണിക്കുന്നവരാണ്. കുട്ടികൾ പരീക്ഷയ്ക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധ ബുദ്ധിയാലോ പഠിക്കുന്നത്, അല്ലാതെ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി യഥാർത്ഥ പ്രയത്നിക്കുന്നവർ എത്ര കുട്ടികളുണ്ടാവും? അപ്പൊ സത്വഗുണത്തെ വർദ്ധിപ്പിക്കുന്ന കർമ്മങ്ങളായിരിക്കണം ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ചുകൊണ്ട് ജീവിത രീതിയും ക്രമപ്പെടുത്തണം. നമുക്ക് ഈ പറയുന്ന കാര്യം നടപ്പിലാക്കണമെങ്കിൽ, ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ തന്നെ, ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് സാത്വിക ബുദ്ധി ഉണ്ടായിരിക്കണം. സാത്വിക ബുദ്ധി ഉള്ളവർക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ ശ്രദ്ധ ഭക്തിയോടെ ഇത് കേട്ടാൽ എന്തെങ്കിലും മനസ്സിലാവൂ. മനസ്സിലാക്കിയാൽ തന്നെ അതേപറ്റി ചിന്തിച്ച് എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കണമെങ്കിൽ സത്വഗുണ പ്രഭാവം നിങ്ങളിൽ ഉണ്ടാകണം. അപ്പൊ തമോ ഗുണത്തെയും രജോ ഗുണത്തെയും ജയിക്കുക അല്ലാതെ വേറെ നിവൃത്തിയില്ല. എന്നാൽ അത് ജയിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് നിരോധിക്കാനോ അതിൽ പ്രവർത്തിക്കാതിരിക്കാനോ സാധ്യമല്ല. അതിന് സാന്നിധ്യം എപ്പോഴും ഉണ്ടാവും. പക്ഷെ വേണ്ടത് വേണ്ട സമയത്ത് ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠത. അപ്പൊ ഞാൻ സാത്വികനാണെങ്കിൽ തന്നെ ഈ 2 ഗുണങ്ങളും ഈ 3 ഗുണങ്ങളും എന്നിലും ഉണ്ട്. അപ്പൊ അതിന്റെ പ്രഭാവം ഉള്ളപ്പോഴാണ് അലാറം വെച്ചിട്ട് കിടന്നാലും ചില ദിവസം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എണീക്കാമെന്ന് തീരുമാനിച്ച് അത് ഓഫ് ചെയ്തിട്ട് കിടന്നോ, പിന്നെ ചിലപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ എണീക്കാൻ. അപ്പൊ തമോ ഗുണം എന്നിലും ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഞാൻ പ്രായോഗിക തലത്തിൽ പറയുകയാണ്. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം സാത്വികനായിട്ട് മാറി നിത്യമായിട്ട് രാവിലെ എഴുന്നേൽക്കൊണ്ടെന്ന് വിചാരിച്ചാലും അതൊന്നും ഇതിന്റെ സാന്നിധ്യം മാറുന്നതനുസരിച്ച് പ്രഭാവം കൂടുന്നതനുസരിച്ച്, കാരണം ഈ വേരിയേഷൻ പ്രകൃതിയുടെ സ്വഭാവം അനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അതാണ് പറയുന്നത്, ത്രിഗുണങ്ങളുടെ അനുപാതം വിവിധ ഘട്ടങ്ങളിൽ വിവിധ തരത്തിലാവാം. അതാത് സത്വഗുണം പ്രബലമാകുന്ന, അതായത് സത്വഗുണം പ്രബലമാകുന്ന ഘട്ടങ്ങളിലും രജോ ഗുണ പ്രബലമാകുന്ന ഘട്ടങ്ങളിലും തമോ ഗുണ പ്രബലമാകുന്ന ഘട്ടങ്ങളിലും ഒരാളുടെ ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ തമോ ഗുണത്തിൽ നിന്നാണ് ജനിക്കുന്നത് തന്നെ. തമോ ഗുണത്തിൽ ജനിക്കുക, സത്വഗുണത്തിന്റെ പ്രഭാവം കൊണ്ടാണ് സൃഷ്ടി നടക്കുന്നതെങ്കിലും ജനിച്ച് പ്രത്യക്ഷത്തിൽ ഭൂമിയിലേക്ക് വരുമ്പം തമസ്സാണ് നമ്മളെ. കുട്ടി തന്നെ ജനിക്കുന്നത് കണ്ണടച്ചുണ്ടാവും, പെട്ടെന്ന് ഉറങ്ങുകയും ചെയ്യും. ഉണ്ടായ കുട്ടി പെട്ടെന്ന് ഉറങ്ങും. പിന്നെ കരച്ചിലൂടെ തുടങ്ങി. അവിദ്യാദി ദോഷങ്ങളെ കൊണ്ടാവും ജനിക്കുന്നത് തന്നെ. കരഞ്ഞില്ലെങ്കിൽ നമ്മളെ കൂടെയുള്ളവർ കരയിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള സ്വഭാവം ഈ പ്രകൃത്യാ തന്നെ ഉണ്ടെന്നർത്ഥം. അപ്പൊ ജീവിതത്തിൽ തന്നെ ഒരു ദിവസത്തിൽ തന്നെ ഈ 3 ഗുണങ്ങളുടെയും പ്രഭാവം നമ്മളിൽ ഉണ്ടാകാം.
അത് പ്രകൃതിയുടെ അനുസരിച്ചുകൊണ്ട് സത്വഗുണ പ്രബലതയുള്ളതും രജോഗുണ പ്രബലതയുള്ളതും സമയം ഞാൻ പറഞ്ഞു. രാവിലത്തെ സമയം സത്വഗുണ പ്രഭാവം കൂടുതലിരിക്കും. പിന്നെ 12 മണി വരെ രജോഗുണ പ്രഭാവം കൂടുതലായിരിക്കും. പിന്നെ മധ്യാഹ്നത്തിന് ശേഷം തമോ ഗുണ പ്രഭാവം പ്രകൃതിക്ക് തന്നെ പ്രബലത ഉണ്ടാവുന്നത്. അപ്പൊ അതിനെയൊക്കെ ജയിക്കണം. നമുക്ക് എപ്പോൾ എന്ത് യൂസ് ചെയ്യണോ, യൂട്ടിലൈസ് ചെയ്യണോ, നമ്മൾ അതനുസരിച്ച് മാറണമെങ്കിൽ നമ്മൾ പ്രകൃതിയുടെ സ്വഭാവത്തോട് ചില സമയത്ത് യോജിക്കണം, ചില സമയത്ത് അതിനോട് വിരുദ്ധമായിട്ട് നിൽക്കുകയും വേണം. അപ്പൊ നമുക്ക് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ പഠിക്കണം എന്ന് സാർ. സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായതേ. 11ാമത്തെ ശ്ലോകം ഭഗവാൻ പറയുന്നു, സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായതേ ജ്ഞാനം യഥാ തഥാ വിദ്യാത് വിവർത്തം സത്യമുദ്യുത. ഈ ദേഹത്തിൽ എല്ലാ ഇന്ദ്രിയങ്ങളിലും എപ്പോൾ ജ്ഞാനമയമായ പ്രകാശം ഉണ്ടാകുന്നുവോ അപ്പോൾ സത്വഗുണം വർദ്ധിച്ചിരിക്കുകയാണെന്ന് അറിയേണ്ടതാകുന്നു. അതായത് നിങ്ങൾക്ക് ഏത് കാര്യവും പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് യഥാവിധി ജ്ഞാനേന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് അതിൻ്റെ ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഉപയോഗിക്കാൻ സാധിക്കുന്ന അവസ്ഥയ്ക്കാണ് ജ്ഞാനമയമായ പ്രകാശം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു. അഥവാ വിശേഷ ബുദ്ധി വേണ്ട വിധത്തിൽ മനുഷ്യന് ഉപയോഗിക്കാനുള്ള കഴിവാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ കഴിവ്. അത് ചിന്തയിലും വാക്കിലും പ്രവൃത്തികളിലും നമ്മുടേതിൽ തന്നെ ഇല്ലെങ്കിൽ മറ്റുള്ളവരിലും ഈ പ്രകൃതിയിൽ കാഴ്ചേന്ദ്രിയങ്ങളിലൂടെ കാണുന്നതിലും കേൾക്കുന്നതിലും അനുഭവിക്കുന്നതിലും എല്ലാത്തിലും ഗുണവും ദോഷമുണ്ട്. ആ ഗുണദോഷങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്ന ആ അവസ്ഥയ്ക്കാണ് സത്വഗുണ പ്രഭാവം കൂടി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ജ്ഞാനമയമായ പ്രകാശം ലഭിക്കും എന്ന് പറഞ്ഞാൽ എല്ലാം കൃതകൃത്യമായിട്ട് വേണ്ട വിധത്തിൽ ഭൗതികമായിക്കോട്ടെ ആത്മീയമായിക്കോട്ടെ ഏത് വിഷയവും ആ വിധത്തിൽ ഗ്രാഫിക് പവറും മെമ്മറി പവറും കൂടുതലായിട്ട്. അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം ആ വ്യക്തി സത്വഗുണ പ്രഭാവം കൂടി വർദ്ധിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മുടെ സ്വഭാവത്തിൽ വെറുതെ ഇത് വായിച്ച് കേട്ടിട്ട് അപ്പുറത്തെ ഒരു ചെവിക്കട കേട്ട് മറ്റേ ചെവിക്കട വിട്ടിട്ട് മിണ്ടാതിരുന്നാൽ സാധാരണ പോലെ ജീവിച്ച കാര്യമില്ല. നമ്മുടെ സ്വഭാവത്തിൽ പരിവർത്തനം വരുത്തണമെങ്കിൽ നമ്മൾ ഇതുണ്ടോ എന്ന് നമ്മളെ തന്നെ നമ്മുടെ സ്വഭാവത്തെ അനലൈസ് ചെയ്യണം. ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോഴും ഞാൻ എൻ്റെ സ്വഭാവത്തെ അനലൈസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓരോ ദിവസത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും ഏത് വിഷയത്തിലേക്കാണ് പോകുന്നത്, അത് എന്തുകൊണ്ടാണെന്നും ഒക്കെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം. അപ്പോഴേ നമ്മൾ ടോട്ടലി അതിൻ്റെ ജ്ഞാനം ഇല്ലെങ്കിൽ യഥാർത്ഥ ഗുണദോഷങ്ങളെ തിരിച്ചറിയും. എത്ര നല്ല കാര്യമാണെങ്കിലും എത്ര നിങ്ങൾക്ക് കഴിവ് പ്രകടമായാലും ഈശ്വരാനുഗ്രഹം കൊണ്ട് എന്ത് കിട്ടിയാലും വേണ്ടില്ല, അതിൽ രണ്ടും ഉണ്ടാവും, ഗുണം ഉണ്ടാവും, ദോഷം ഉണ്ടാവും. കാരണം രണ്ടില്ലാതെ നടക്കുന്ന പ്രശ്നമില്ല. ഈ പ്രപഞ്ചം വിദ്യയിലും അവിദ്യയിലുമാണ് നിലനിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവാണ് സത്വഗുണ പ്രഭാവം കൂടിയാൽ ഉണ്ടാകുക എന്ന് മനസ്സിലാക്കുക. അതിനായിരിക്കണം യഥാർത്ഥ ലക്ഷ്യം. ഇനി രജോഗുണത്തിന്റെ പ്രത്യേകത എന്താ? ലോഭ പ്രവർത്തിരാരംഭ കർമ്മണ സമസ്മൃകാഹ രജസേജാനി ജായന്തേ വിവർദ്ധേ പരദക്ഷഭ. അല്ലയോ അർജുന, രജോഗുണം വർദ്ധിക്കുമ്പോൾ പരദ്രവ്യേച്ഛ, പല കാര്യങ്ങൾ വ്യാപരിക്കൽ, പല കർമ്മങ്ങളും ആരംഭിക്കൽ, മനസ്സമാധാനമില്ലായ്മ, അതിയായ ആഗ്രഹം, ധനത്തിലും ഭൗതിക സുഖങ്ങളിലുമുള്ള അത്യാസക്തിയും അവ നേടുന്നതിനായുള്ള തീവ്ര ശ്രമങ്ങളും രജോഗുണ ആധിക്യത്തെയാണ് കാണിക്കുന്നത്. മനുഷ്യന്റെ പൊതുവെയുള്ള സ്വഭാവം ഈ രജോഗുണത്തിലാണെന്ന് ഞാൻ പറയുന്നു. ഇനി ഭക്തിഭാവത്തിൽ പോലും വർത്തിക്കുന്നവർക്ക് അതിലൊക്കെ ഈ രജോ ഗുണത്തിന്റെ ആധിക്യം നമുക്ക് പ്രത്യക്ഷമായിട്ട് വരും. അതിൽ നിന്നാണ് രജോ ഗുണം വർദ്ധിപ്പിക്കുമ്പോൾ ഇനി ഭക്തി ഉള്ളവർക്ക്, ഭക്തി ഇല്ലാത്തവരുടെ കാര്യം പറയേണ്ട, അവർ രജസ്സിലും തമസ്സിലും ആയിരിക്കും ജീവിക്കുക. ഇനി ഭക്തി ഉള്ളവരാണ് ഇതൊക്കെ ചിന്തിക്കാൻ തുടങ്ങുക. അതുകൊണ്ട് ഭക്തി ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ പറയണം ഭഗവാൻ. ഭക്തി ഇല്ലാത്തവരെ പറ്റി ലിസ്റ്റിൽ തന്നെ പെടുത്തിയിട്ടില്ല. അപ്പൊ നമ്മളൊക്കെ അതിൽ പെട്ടതാണെന്ന് നമ്മൾ ധരിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കി കൊള്ളണം. എത്ര സത്സംഗത്തിൽ പോയാലും ജപതപാദികൾ ചെയ്താലും പാരായണങ്ങൾ ചെയ്താലും യോഗ ചെയ്താലും ഒക്കെ ഈ രജോ ഗുണത്തിന്റെ പ്രഭാവമാണ് മനുഷ്യന് കൂടുതലുള്ളത്. അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത് പോലും രജോ ഗുണത്തെ വർദ്ധിപ്പിക്കുന്ന വിധത്തിലായിരിക്കും നമ്മൾ ചെയ്യാം. അതിൽ നിന്ന് പരദ്രവ്യേച്ഛ ഉണ്ടാകും. ദ്രവ്യ അദ്വൈത ഭാവത്തിൽ, ദ്രവ്യത്തെ അദ്വൈത ഭാവത്തിൽ കാണണം, എല്ലാം ഒരുപോലെയായിട്ട് കാണണം. എന്നാൽ അത് അതിൽ നിന്ന് ജയിക്കാൻ സാധിക്കും. ഇനി പല കാര്യങ്ങളിൽ വ്യാപരിക്കൽ,
അപ്പൊ നമുക്ക് ഭക്തിഭാവത്തിലേക്ക് വരുമ്പം ഇതൊക്കെ കേട്ടിട്ട് ഇൻസ്പിറേഷൻ കൊണ്ട് ഒരേ സമയത്ത് തന്നെ പല കാര്യങ്ങൾ ചെയ്യാൻ പോകും. നമുക്ക് ഭക്തിയിൽ തന്നെ ശ്രദ്ധിച്ചറിയാം. ചിലർ വിഷ്ണു സഹസ്രനാമം ജപിക്കും, ലളിതാ സഹസ്രനാമം ജപിക്കും, ശിവസഹസ്രനാമം ജപിക്കും, ഇതിനിടയ്ക്ക് ദേവി മഹാത്മ്യം വായിക്കും, അത് പഠിക്കും, നാരായണീയം പഠിക്കും, ഭാഗവതം പഠിക്കും, ഗീത പഠിക്കും. ഇങ്ങനെ പല കാര്യങ്ങളിൽ വ്യാപരിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടാകുന്നത് ഈ രജോ ഗുണത്തിന്റെ പ്രഭാവം വർദ്ധിക്കുമ്പോഴാണ്. പല കർമ്മങ്ങളും ആരംഭിക്കും. ഓടി നടന്നിട്ട് പലതരത്തിൽ വ്യാപരിക്കുന്ന കർമ്മങ്ങൾ, അത് ചെയ്യും ഇത് ചെയ്യും, ഒന്നും പൂർത്തിയാക്കുകയില്ല, അവിടെ ഇവിടെയൊക്കെ പ്രവർത്തിക്കും. ഭക്തിയിൽ തന്നെ നമുക്ക് കാണാം ഇത്. ഒരു ക്ഷേത്രത്തിൽ മാത്രമല്ല, അപ്പൊ ദർശനം നടത്താൻ പോകുന്നത് ഓടി നടന്ന് നാലമ്പലം, അടുത്തുള്ള അമ്പലത്തിൽ തൊഴിലിൽ നാലമ്പലം തൊഴാൻ പോകും. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങള് നമ്മൾ ഭക്തിയിൽ തന്നെ വ്യാപരിക്കുന്ന രജോ ഗുണത്തിന്റെ ആധിക്യം കൊണ്ട് പലതും ചെയ്യും. ഓരോരുത്തരും കണ്ടതും കേട്ടതും പറയുന്നത് കേട്ടിട്ടും ഒക്കെ അങ്ങോട്ടും ഓടും ഇങ്ങോട്ടും ഓടും, അത് ചെയ്യും ഇത് ചെയ്യും. എന്നാൽ ഇതിലൊന്നും ഉറയ്ക്കാത്തൊരവസ്ഥ. ഇതൊക്കെ രജോ ഗുണത്തിന്റെ പ്രഭാവം. ആരെയും കുറ്റം പറയല്ല. രജോ ഗുണത്തിന്റെ പ്രഭാവം വർദ്ധിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ഉണ്ടാകുന്ന മാറ്റങ്ങളും അതനുസരിച്ചുള്ള ശരീരം ഉപയോഗിച്ചുള്ള കർമ്മങ്ങളുമാണ് ഇവിടെ പറയുന്നത്. പിന്നെ മനസ്സമാധാനം ഇങ്ങനെയുള്ളവർക്കോ, പല കാര്യങ്ങൾ വ്യാപരിച്ച് നടക്കുന്നവർക്ക് ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാവില്ല. സ്വസ്ഥമായിട്ട് ഒരിടത്ത് ഇരിക്കാൻ അവർക്ക് സാധിക്കില്ല. എന്നാൽ ഇത് പല പ്രാവശ്യം ചെയ്താലും അത് അടങ്ങോ? ഇല്ല. കാരണം എന്താ? അതിയായ ആഗ്രഹം ജനിക്കും അതിൽ. അപ്പൊ ധനത്തിലും ഭൗതിക സുഖങ്ങളിലുമുള്ള അത്യാസക്തിയും അവ നേടുന്നതിനായുള്ള തീവ്ര ശ്രമങ്ങളും രജോ ഗുണ ആധിക്യത്തെയാണ് കാണിക്കുന്നത്. ശരീരം പോലും മറന്നിട്ട് താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന പ്രവൃത്തി രജോ ഗുണത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നർത്ഥം. അപ്പം സത്വഗുണം വർദ്ധിപ്പിച്ച് യഥാർത്ഥ ജ്ഞാനം ലഭിച്ചിട്ട് രജോ ഗുണത്തെ ഉപയോഗിച്ചാൽ ഇത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ കൃതകൃത്യയോടെ പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കാം. ഇനി തമോ ഗുണം വർദ്ധിച്ചാലോ? അപ്രകാശോ പ്രവർത്തിച്ച പ്രമാദോ മോഹയേവച തമസ്യേ ദാനി ജായന്തേ വിവർദ്ധേ കുരുനന്ദന. അല്ലയോ അർജുന, അവിവേകം, നിഷ്ക്രിയത്വം, കർത്തവ്യമായത് ചെയ്യാതെ വീഴ്ച വരുത്തൽ, വ്യാമോഹം എന്നിവ തമോ ഗുണം വർദ്ധിക്കുമ്പോൾ സംഭവിക്കുന്നു. തമോ ഗുണ ലക്ഷണമായിട്ട് മുമ്പ് പറഞ്ഞ പ്രമാദം, ആലസ്യ, നിദ്രാദി കുറെ കൂടി വിശദീകരിച്ചിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് തമോ ഗുണം വർദ്ധിച്ചാൽ, അതായത് പ്രകൃതിക്ക് തന്നെ തമോ ഗുണം കൂടുതലുള്ളത് 15 മണിക്കൂറാണ്. നമ്മൾ വേണ്ടാത്തതിനോട് ചേരാൻ പൊതുവെ എല്ലാ ജീവജാലങ്ങൾക്കും ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പൊ സത്വഗുണം വർദ്ധിച്ചിരിക്കുന്ന സമയം ഏതാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യണം. അപ്പൊ സത്വഗുണം വർദ്ധിപ്പിക്കാൻ സാധിക്കും. രജോ ഗുണം വർദ്ധിച്ചിരിക്കുന്ന സമയത്ത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യാൻ സത്വഗുണത്താൽ അറിവ് സമ്പാദിച്ചുകൊണ്ട് ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് രജോ ഗുണത്തെ ഉപയോഗിക്കണം. അപ്പൊ ഒരു ദിവസം തന്നെ സത്വഗുണം വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേക്കണം. അവിടെ ഓട്ടോമാറ്റിക്കാണ്. നിങ്ങൾ വെറുതെ എഴുന്നേറ്റ് പഠിച്ചാൽ മതി. ആദ്യത്തെ സ്റ്റെപ്പ് അതാ. വെറുതെ നേരത്തെ എഴുന്നേറ്റ്, എന്താ ഇതിന്റെ ഫലമൊന്നും ഇച്ഛിക്കാതെ തന്നെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുക. എഴുന്നേറ്റിരുന്നാൽ പിന്നെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങും. ആലസ്യമൊക്കെ തന്നെ പോയി മറിയും രാവിലെ നേരത്തെ എഴുന്നേറ്റാൽ. അത് പെട്ടെന്ന് മാറുന്നല്ല, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സ്വഭാവം തന്നെ മാറും. പിന്നെ അതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ തുടങ്ങും. നേരത്തെ എഴുന്നേറ്റാലുള്ള ഗുണത്തിന്റെ ആ ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് തന്നെ ഉണ്ടാകും. പിന്നെ അത് നിത്യമായിട്ട് തുടർന്നാൽ അത് നിങ്ങളുടെ സ്വഭാവമായിട്ട് മാറും. ഒരു അലാറവും ഇല്ലാതെ എണീക്കാൻ സാധിക്കുന്നു. ഇത്രയും സാധിച്ചാൽ തന്നെ ഗുണദോഷങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങും. നേരത്തെ എഴുന്നേറ്റാലുള്ള ഗുണം എന്താ? എഴുന്നേക്കാതിരുന്നുള്ള ദോഷം എന്താ? രാവിലെ ഭഗവാന്റെ അടുത്ത് ഒരു വിളക്ക് വെച്ചാലുള്ള ഗുണം എന്താ? വയ്ക്കാതിരുന്നാലുള്ള വ്യത്യാസം എന്താ? രാവിലെ നേരത്തെ കുളിച്ചാലുള്ള വ്യത്യാസം എന്താ? കുളിക്കാതിരുന്നാലുള്ള വ്യത്യാസം എന്താ? ഇതൊക്കെ തിരിച്ചറിയാൻ തുടങ്ങും. ഇതാണ് അറിവ് വർദ്ധിക്കുക എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് അനുഭവജ്ഞാനത്തിലേക്ക് മാറും. നിങ്ങളൊരു പുസ്തകം ഇല്ലെങ്കിൽ ഒരു സത്സംഗത്തിലും ഒന്നും പോകാതെ തന്നെ നിത്യമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ സ്വഭാവത്തിൽ നേരത്തെ എഴുന്നേക്കാൻ തുടങ്ങിയാൽ തന്നെ വ്യത്യാസം വരും. പിന്നെ രജോ ഗുണം ഉള്ള സമയത്ത് ഈ പറയുന്ന രീതിയിൽ അത്യാഗ്രഹത്തിന്റെ മിലനും
മറ്റുള്ളവരെ വക്രബുദ്ധി കൊണ്ട് അതും ഇതും ആഗ്രഹിക്കാനും ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് സംതൃപ്തിയോടെ ഇൻസ്പിറേഷനോടുകൂടി കർമ്മകുശലതയോടുകൂടി കർത്തവ്യ കർമ്മങ്ങൾ ഏതേത് മേഖലയിൽ പ്രവർത്തിക്കുന്നു അതൊക്കെ ചെയ്യാൻ പറ്റുന്ന സമയം ഏറ്റവും നല്ലത് 12 മണി വരെയുള്ള സമയമാണ്. രാവിലെ ഒരു 8 മണി തൊട്ട് 12 മണി വരെയുള്ള സമയം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. അതൊന്നും നമുക്ക് ആസക്തി വർദ്ധിപ്പിക്കുന്നതോ ആഗ്രഹങ്ങളെ വർദ്ധിപ്പിക്കുന്നതോ ആയിരിക്കരുത്. നിലവിലുള്ളതൊക്കെ സംതൃപ്തിയോടുകൂടി ഉള്ളത് കൊണ്ടൊക്കെ ശരീരത്തെ നിലനിർത്തുന്ന കാര്യങ്ങൾ വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെയൊക്കെ ചെയ്യാൻ പഠിക്കണം. പിന്നെ തമോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ ഏറ്റവും വലിയ ഉണ്ടാകുന്നത് നമുക്ക് താമസം ഉണ്ടാക്കും. അതായത് സത്വഗുണത്തെയും രജോ ഗുണത്തെയും വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ അതിന് തടസ്സമുണ്ടാക്കുന്നത് തമസ്സാണ്. അപ്പൊ അതുകൊണ്ട് ഏത് സമയത്താണെങ്കിലും തമസ് കൂടിയാൽ ഇതിനൊക്കെ ഈ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യമൊക്കെ മാറ്റിവെക്കാനിട വരും. ഇല്ലെങ്കിൽ അത് സമയത്ത് ചെയ്യാതിരിക്കും. കർത്തവ്യമായതും കർത്തവ്യമല്ലാത്തതും തിരിച്ചറിയാതിരിക്കുക, അത് വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യാതിരിക്കുക, ഇതൊക്കെ തമോ ഗുണം നമ്മളെ പ്രേരിപ്പിക്കും. അതായത് സത്വഗുണവും രജോ ഗുണവും നിങ്ങൾ വേണ്ടത് വേണ്ട സമയത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അത് ഏത് സമയത്തായാലും സത്വഗുണം വർദ്ധിപ്പിക്കാൻ രാവിലത്തെ സമയം ശ്രമിച്ചാലും ഇനി രജോ ഗുണം വർദ്ധിപ്പിക്കാൻ 12 മണിക്ക് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം നിർബന്ധിച്ചാലും അതൊക്കെ നിർബന്ധം പിടിച്ചാൽ അതിനൊക്കെ തടസ്സം ആസുരീഭാവത്തെ ജനിപ്പിക്കുന്നതായ തമോ ഗുണമായിരിക്കും ഇതിനൊക്കെ തടസ്സം വരും. അതുകൊണ്ട് അതിനെ ജയിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യണം. തമസ്സിനെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ ഖുറാനിലും യുദ്ധം എന്ന് പറയുമ്പം ജിഹാദികൾ എന്ന് പറയുമ്പം ഈ മറ്റുള്ള മതങ്ങളെയോ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ അവരോട് യുദ്ധം ചെയ്യാനല്ല ഖുറാൻ പഠിപ്പിക്കുന്നത്. ഇപ്പൊ മഹാഭാരത യുദ്ധത്തിന്റെ ഉദ്ദേശം എന്താ? നമ്മളുള്ള ആസുരീഭാവത്തിനോട് യുദ്ധം ചെയ്യുക, ഈ തമസ്സിനോട് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ആയുധം എടുത്തിട്ട് യുദ്ധം ചെയ്യാനല്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഒരിക്കലും ആയുധം എടുക്കാതെ മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്ത് കാണിച്ചത്. ഭഗവാനെ ആരെങ്കിലും കൊല്ലാൻ സാധിച്ചോ? ആയുധമില്ലാതെ നിന്നിട്ടും ഈ ശത്രുഭാവത്തിൽ വർദ്ധിച്ചവർക്ക് ആർക്കും ഭഗവാനെ തൊടാൻ സാധിച്ചില്ല. സാധിക്കില്ല. അവിടെ ആയുധത്തിന്റെ ഒന്നും ആവശ്യമില്ല. യഥാർത്ഥ ഈശ്വരശക്തി നമ്മളിൽ പ്രകടമായാൽ അത് അതിനെ ഉപാസിക്കുന്നവർക്ക് ഒരു ആയുധം എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ തമസ്സിനെ ജയിക്കാൻ നമ്മുടെ സ്വഭാവത്തിലുള്ള ഈ അസുരീഭാവത്തെ ജയിക്കണം എന്നർത്ഥം. അപ്പൊ തമസ്സിനെ ഒരു കാരണവശാലും വർദ്ധിക്കാൻ അനുവദിക്കരുത്. അത് സത്വഗുണത്തെയും രജോ ഗുണത്തിന്റെയും ശത്രുഭാവത്തിൽ വർദ്ധിക്കും. എപ്പോഴൊക്കെയാണോ നിങ്ങൾ സത്വഗുണമോ രജോ ഗുണമോ വേണ്ടത് വേണ്ട സമയത്ത് ഉപയോഗിച്ച് അതിന്റെ ശ്രേഷ്ഠത ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുവോ, അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുന്നുവോ, അപ്പോഴൊക്കെ തടസ്സമുണ്ടാക്കുന്നത് ഈ തമസായിരിക്കും. അതുകൊണ്ടാണ് ഒരു ഭക്തൻ തന്നെ സഹസ്രനാമം ജപിക്കാനിരുന്ന എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞു. കാരണം സത്വഗുണം വർദ്ധിപ്പിച്ച ആ ലളിതാ സഹസ്രനാമം കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവനിൽ അറിവുണ്ടാകും. രജോ ഗുണം ഇല്ലാതെ ഇത് ചെയ്യാൻ സാധ്യമല്ല. ഇതിന് രണ്ടിനെ വിരുദ്ധമായിട്ട് തമോ ഗുണം നിൽക്കുന്നത് കൊണ്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉറക്കം വരും. അപ്പൊ നിദ്രയാണ്, അലസതയാണ്, ഇല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം മാറ്റിവെക്കലും വീഴ്ച വരുത്തലും വ്യാമോഹങ്ങൾ. എന്നാൽ ഇതൊക്കെ ഉണ്ടെങ്കിലും വേണ്ടില്ല, ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലും വേണ്ടില്ല, ജാഗ്രത ആയിരിക്കുമ്പോൾ വ്യർത്ഥമായ മോഹങ്ങൾ ഉണ്ടാവും. നീ കിടന്നുറങ്ങിയാലും ചിലപ്പോൾ സ്വപ്നം കാണുന്നത് നമുക്ക് ഒരിക്കലും സാധിക്കാത്ത കാര്യമായിരിക്കും. ഇതാണ് വ്യർത്ഥമായ മോഹം എന്ന് പറയുന്നത്. ജന്മം ചെയ്താലും നമുക്ക് തന്നെ അറിയാം ഈ കാര്യം എന്നെ കൊണ്ട് സാധിക്കില്ല, എനിക്ക് ഒരിക്കലും യോഗ്യതയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി മോഹിക്കുന്നതാണ് വ്യർത്ഥമായ മോഹം എന്ന് പറയുന്നത്. അത് മുഖമുദ്രയാണ് തമോ ഗുണത്തിന്റെ. പിന്നെ ഉറക്കം വരിക. അപ്പൊ ഭഗവാൻ ഈ തമോ ഗുണം ഇല്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. അതിനെ പൂർണ്ണമായിട്ട് നിരോധിക്കാനും യുദ്ധം ചെയ്ത് കൊന്നുകളയാനും പറ്റില്ല. പക്ഷേ അത് വേണ്ടത് വേണ്ട സമയത്ത് ഉപയോഗിക്കുക. യഥാർത്ഥ യോഗാവസ്ഥ സ്വീകരിച്ച ആൾക്ക് 3 മണിക്കൂർ ഉറങ്ങിയാൽ മതി. ബാക്കി 21 മണിക്കൂറും ഉണർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും. അത്ര ക്ഷമതയാണ് നമ്മുടെ ശരീരത്തിൽ. അപ്പം ഒരു യോഗിക്ക് ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് 3 മണിക്കൂർ വിശ്രമമായിരിക്കും. അത് ഒരിക്കലും സുഷുപ്തിയിലുള്ള ഉറക്കമല്ല, യോഗനിദ്ര എന്നാ പറയാ. ഭഗവാൻ യോഗനിദ്രയെ ഉറങ്ങാറുള്ളൂ. ഇതൊക്കെ ഭഗവാൻ കാണിച്ചു തന്നിട്ടുണ്ട് ശ്രീകൃഷ്ണൻ.
125 വയസ്സ് വരെ ജീവിച്ചിരുന്ന ക്രിയായോഗത്തിൽ ഇതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. 3 മണിക്ക് എഴുന്നേക്കുന്ന ആളാണ്. ദേവന്മാരൊക്കെ 3 മണിക്ക് എഴുന്നേക്കുന്ന പറയണേ, ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേക്കും. നമ്മൾ കിടന്നുറങ്ങുകയും ചെയ്യും ആ സമയത്ത്. ഏറ്റവും കൂടുതൽ നല്ല സുഖമായിട്ട് ഉറങ്ങാവുന്ന സമയത്ത് ബ്രഹ്മമുഹൂർത്തമാണ് നമുക്ക്. അപ്പോൾ ഈ തമോ ഗുണം വർദ്ധിച്ചാലാണ് ഈ പ്രശ്നമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തമസിനെ ഒരിക്കലും വർദ്ധിപ്പിക്കരുത്. ഇനി 8 മണിക്കൂർ കിടന്നുറങ്ങണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇനി 12 മണിക്കൂറും കിടന്നുറങ്ങണമെങ്കിൽ ഉറങ്ങിക്കോളൂ. സന്ധ്യയ്ക്ക് ശേഷം വെളിച്ചമാകുന്നതിന് മുമ്പ് എത്ര നേരമാണെങ്കിലും കിടന്നുറങ്ങിക്കോളും. പക്ഷെ രാത്രി കിടന്നുറങ്ങാവുള്ളൂ. അതിൻ്റെ സ്വഭാവം ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഇനി മധ്യാഹ്നമൊക്കെ ഭക്ഷണമൊക്കെ കഴിയുമ്പോൾ പൊതുവെ എല്ലാവരും വെറുതെ ഇരിക്കുന്നവരൊക്കെ കിടന്നുറങ്ങും. ഞാനും കിടന്നുറങ്ങും ചിലപ്പം, വേറെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ. പക്ഷെ ആ ഉറക്കവും നമ്മൾ ബോധമില്ലാതെ കിടന്നുറങ്ങരുത്. ഒരു മയക്കം, ഒരു വിശ്രമം, ശരീരത്തിന് ഒരു റെസ്റ്റ് കൊടുക്കാം കുറച്ച് നേരം എന്ന് വെച്ചിട്ട് സന്ധ്യ ആകുന്നവരെ കിടന്നുറങ്ങാന്നല്ല. ഉച്ചയ്ക്ക് ശേഷം ഊണും കഴിച്ചിട്ട് കിടന്നുറങ്ങുക, എന്നിട്ട് ബോധമില്ലാതെ കിടന്നുറങ്ങുക വൈകുന്നേരം വരെ. അതല്ല, അതൊക്കെ വേണ്ടത് വിത്തിലേക്ക് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ സാധിക്കണം. തമസിനെ ഒരിക്കലും വർദ്ധിപ്പിക്കരുത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ജലദോഷത്തിന്റെ സിംറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കുക. പകൽ കിടന്നുറങ്ങിയാൽ, ആ സിംറ്റംസോട് കൂടി കിടന്നുറങ്ങിയാൽ എഴുന്നേൽക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് ആ ജലദോഷം വർദ്ധിക്കും. ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കും അതിൻ്റെ എഫക്റ്റ്. നല്ല ഫ്രഷായിരിക്കുന്ന ആള്, ഇല്ലെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് ജപമൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ടിരിക്കുന്ന ആള്, ഉച്ചവരെ യാതൊരു കുഴപ്പമില്ലാതിരുന്ന ആള് ഉച്ചയ്ക്ക് ശേഷം കിടന്നുറങ്ങിയാൽ മൂടാകെ ചേഞ്ച് ആവും. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ഉറങ്ങുന്നതിന് മുമ്പിൽ ഉണ്ടായിരുന്ന ആ ഫ്രഷ്നെസ് ആയിരിക്കുകയില്ല ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് വന്നാൽ, പ്രത്യേകിച്ചും പകൽ കിടന്നുറങ്ങിയാൽ. ഞാൻ വരെ അത് അനുഭവിച്ചറിയുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് തമസിനെ ഒരിക്കലും വർദ്ധിപ്പിക്കരുത് എന്ന് ദൃഢനിശ്ചയം ചെയ്യുക. എന്നാൽ തമോ ഗുണം ഇല്ലാതെ ജീവിക്കാൻ സാധിക്കില്ല. അത് വിശ്രമിക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അത് ദൃഢനിശ്ചയം ചെയ്യുക. എന്നിട്ട് സത്വഗുണത്തെ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കണം. രജോ ഗുണത്തെയും വേണ്ട സമയത്ത് ഉപയോഗിക്കാൻ തക്കവണ്ണം അതിനെ പ്രബലമാക്കണം. രണ്ടും ഇല്ലാതെ, മൂന്നും ഇല്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. എത്ര വിചാരിച്ചാലും ഇതിനെ പൂർണ്ണമായിട്ട് നിരോധിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. കാരണം ഇത് പ്രകൃതിയുടെ സ്വഭാവം, മൂലപ്രകൃതിയാണ്. അപ്പൊ മൂന്നിനെയും ആശ്രയിക്കാതെ ജീവിക്കാൻ സാധ്യമല്ല. നമുക്ക് ജനിക്കാനും സത്വഗുണം വേണം, വളരാനും സത്വഗുണം, രജോ ഗുണം വേണം, മരിക്കണമെങ്കിലും തമോ ഗുണം വേണം. അപ്പൊ ഇതിനെ ജയിക്കാന്ന് വിചാരിക്കണ്ട. പക്ഷെ അത് നിയന്ത്രിച്ച് വേണ്ട സമയത്ത് ഉപയോഗിക്കാൻ പഠിക്കുക. അതാണ് ഇതിന്റെ ശ്രേഷ്ഠത. അതുകൊണ്ട് യഥാ സത്വേ പ്രവർത്തേതു പ്രളയം യാതി ദേഹവർ തതോ ഉത്തമ പിതാം ലോകാൻ അമലാം പ്രതിബദ്ധത. സത്വഗുണം വർദ്ധിച്ചിരിക്കുമ്പോഴാണ് മരിക്കുന്നതെങ്കിൽ ആ ദേഹി ഉത്തമ സ്ഥാനങ്ങൾ, ഉത്തമ ജ്ഞാനികളുടെ പരിശുദ്ധമായ ലോകങ്ങളെയാണ് പ്രാപിക്കുക. ഇനി ഗുണസ്വഭാവം നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തി അനായാസേന ജീവിച്ചാൽ, അതനുസരിച്ചുകൊണ്ട് സത്വഗുണം വർദ്ധിച്ചിരിക്കുന്ന സമയത്താണ് സമയം ക്രമം. ഞാൻ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വേരിയേഷൻസ് ഉണ്ടാവും. ഇത് നമ്മുടെ ജീവിത ഘട്ടങ്ങളിലും വിവിധ ഘട്ടങ്ങളിലും, ഇല്ലെങ്കിൽ ഒരു ദിവസത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പൊ അതനുസരിച്ചുകൊണ്ട് സത്വഗുണം വർദ്ധിപ്പിച്ച് ആ സത്വഗുണ സ്വഭാവം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ അവസാനം മരിക്കുന്ന സമയത്ത്, ശരീരം ഉപേക്ഷിക്കുന്ന സമയത്തും സത്വഗുണ പ്രധാനിയായിട്ടാണ് മരിക്കുന്നതെങ്കിൽ അവന് ശ്രേഷ്ഠമായ ജന്മം ദേവഗണത്തിൽ പെടുന്നർത്ഥം. അതാണ് നമുക്ക് ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. മനുഷ്യജന്മത്തിന് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ മാറ്റാം, തൽസ്ഥിതി നിലനിർത്തുകയും ചെയ്യാം. അപ്പൊ സത്വഗുണം വർദ്ധിപ്പിച്ച് ജന്മവാസനയും സ്വഭാവവും ഒക്കെ പരിവർത്തനം വരുത്തി ആ സത്വഗുണത്തിലൂടെ നേടുന്ന ജ്ഞാനത്തിന്റെ പ്രബലതയിൽ ജീവിതം നയിച്ച് ദുഃഖരഹിതമായിട്ട് അനായാസന അതിന്റെ സുഖവും ശാന്തിയും ഒക്കെ അനുഭവിച്ചുകൊണ്ട് അവസാനം അനായാസന മരണത്തിലേക്ക്, മൂക്കിലും വായിലും ട്യൂബ് കയറ്റി ഒരു ആശുപത്രി പോയി കിടന്ന് മരിക്കേണ്ട അവസ്ഥ വരെയില്ല. സത്വഗുണം വർദ്ധിപ്പിച്ച അനായാസന മരണവും സാധ്യമാണ്. അപ്പം ശരീരം ജനിച്ചാൽ മരിക്കും, മരിക്കാതിരിക്കില്ല, എന്നെങ്കിലും പോയേ പറ്റൂ. പക്ഷെ ഈ സത്വഗുണ പ്രഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മരണസമയത്തും സത്വഗുണ പ്രാധാന്യത്തെ മുൻനിർത്തിക്കൊണ്ട്, അഥവാ അതിന്റെ പ്രബലത കൂട്ടിക്കൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ, കൂടിയിരിക്കുന്ന അവസ്ഥയിലാണ് ശരീരം ത്യജിക്കുന്നതെങ്കിൽ, അവന് ദേവഗണത്തിലേക്ക്, അഥവാ ജ്ഞാനികളുടെ, ശ്രേഷ്ഠമായ മഹാത്മാക്കളുടെ പാരമ്പര്യമുള്ള ഗ്രഹത്തിൽ വന്ന് ജനിക്കാൻ സാധിക്കും. അപ്പൊ ഇനി വീണ്ടും ജനിക്കേണ്ടി വന്നാലും ഈ സത്വഗുണ പ്രഭാവമുള്ള സ്വഭാവത്തോടു കൂടി വന്ന് ജനിക്കാമെന്നർത്ഥം.
ചതുർവർണ്ണത്തെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സത്വഗുണം വർദ്ധിച്ച് രജോ ഗുണവും തമോ ഗുണവും അതിനെ സപ്പോർട്ട് ചെയ്ത് സത്വഗുണത്തിന്റെ പെർസെൻറ്റേജ് കൂടി നിൽക്കുന്ന ഒരാത്മാവ് ജനിക്കുന്നത് ബ്രാഹ്മണ കുലത്തിലായിരിക്കും, ഇല്ലെങ്കിൽ അതുപോലെ ശ്രേഷ്ഠമായ കുലത്തിൽ ജനിക്കാനിട വരും. ഇതിന്റെ ഗതിവിഗതികളും കൂടെ നമ്മൾ മനസ്സിലാക്കണം എന്നർത്ഥം. ഇനി രജസി പ്രളയം ഗത്വ കർമ്മസംഖ്യേഷു ജായതേ തഥാ പ്രളീനതമസി മൂഢയോനീഷു ജായതേ. ഇനി ഒരു ശ്ലോകത്തിൽ രണ്ടിന്റെയും ഗതി പറഞ്ഞു. രജോ ഗുണം വർദ്ധിച്ചു കഴിയുമ്പോഴാണ് മരിക്കുന്നതെങ്കിൽ കർമ്മസംഖ്യേഷു ജായതേ, അതായത് ശരീരം പോലും മറന്ന് പ്രവർത്തിക്കുന്ന കർമ്മകുശലന്മാരുടെ ഇടയിൽ വന്ന് ജനിക്കും. അതായത് മനുഷ്യന്മാരെല്ലാം തന്നെ രജോ ഗുണത്തിന്റെ ആധിക്യമുള്ളവരാണ്, കണ്ടതിന്റെയും കിട്ടതിന്റെയും പിന്നാലെ പരക്കം പായുന്ന സ്വഭാവമുള്ളവരാണ്. ഇത് രജോ ഗുണ പ്രഭാവമാണ്. അപ്പം രജോ ഗുണം വർദ്ധിപ്പിച്ചാൽ മനുഷ്യഗണത്തിൽ തന്നെ വന്ന് ജനിക്കുന്നു മനസ്സിലാക്കാം. അപ്പൊ രജോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോഴാണ് മരണം സംഭവിക്കുന്നതെങ്കിൽ ആ ദേഹി കർമാസക്തന്മാരുടെ ഇടയിൽ വന്ന് ജനിക്കുന്നു. അപ്രകാരം തന്നെ തമോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോഴാണ് മരിക്കുന്നതെങ്കിൽ പക്ഷിമൃഗാദി മൂഢയോനികളിൽ ജനിക്കാം, ആസുരീ ജന്മത്തിലേക്ക് പോകാം. മനുഷ്യജന്മത്തിൽ തന്നെ ആസുരീ സ്വഭാവത്തോടുകൂടി വന്ന് ജനിക്കാം. അതിലും അധപ്പതിപ്പിച്ചാൽ, അതായത് മൃഗങ്ങളെ കൊന്നു തിന്ന് മൃഗയോനികളിലേക്ക് പോകാനുള്ള ടെൻഡൻസി കൂടി നമുക്ക്. അല്ലെങ്കിൽ തന്നെ ഒരു മനുഷ്യജന്മം കിട്ടുന്നത് തന്നെ 84 ലക്ഷം തരം ജീവജാലങ്ങൾ കടന്നു വന്നിട്ടാകുമ്പം ഇതിന്റെയൊക്കെ കുറെ എസൻസ് നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ശരീരത്തിലും ഒക്കെ ഉണ്ടാവും. അതായത് ഈ ഏതേത് ജന്മങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ടോ അതിന്റെയൊക്കെ ടോട്ടൽ കിട്ടുന്ന ഒരു ശരീരമാണ് കിട്ടുക എന്നർത്ഥം. അപ്പൊ അതിന്റെയൊക്കെ എസൻസ് നമ്മുടെ അല്ലാതെ തന്നെയുണ്ട്. അപ്പൊ മനുഷ്യജന്മം കിട്ടുന്നത് സസ്യബുക്കായിട്ടാണ്, മാംസബുക്കായിട്ടല്ല. അപ്പൊ മനുഷ്യജന്മം കിട്ടിയിട്ടും ഈ കണ്ട ജീവികളെയൊക്കെ കൊന്നു തിന്ന് ജീവിച്ചാൽ ആ സ്വഭാവം വർദ്ധിക്കും, അതായത് തമസ് വർദ്ധിക്കും. തമോ ഗുണത്തിന്റെ ആധിക്യമുള്ളപ്പോഴാണ് ഈ ആത്മാക്കള് പക്ഷി മൃഗാദി യോനികളിൽ ജനിക്കാം. മനുഷ്യജന്മം കിട്ടിയിട്ടും നമ്മൾ ഈ പക്ഷി മൃഗാദികളെയൊക്കെ കൊന്നു തിന്ന് അതിന്റെ സ്വഭാവത്തെ തന്നെ വളർത്തി അതിന്റെ സ്വഭാവത്തോട് അറ്റാച്ച്മെന്റ് കൂടി ഈ വളർത്തു മൃഗങ്ങളോട് പോലും ലിമിറ്റ് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടായാൽ ഭരത മഹർഷിയുടെ ഗതി വരും. ഇത് വെറുതെ പറയുന്നതല്ല, സംഭവിക്കും ഓട്ടോമാറ്റിക്കായി. മുന്താനം തന്നെ പാടിയിട്ടുണ്ടല്ലോ, ഈച്ചയായിട്ടും പട്ടിയായിട്ടും പൂച്ചയായിട്ടും ഒക്കെ ജനിച്ചിട്ടാ മനുഷ്യജന്മം കിട്ടുന്നതെന്നൊക്കെ. അപ്പം ഒന്നുമില്ല, അധപ്പതിപ്പിക്കാതെങ്കിലും ജീവിക്കാം. അത്ര ശ്രേഷ്ഠമായ മനുഷ്യജന്മം കിട്ടിയിട്ട് ഈ പട്ടിയുടെയും പൂച്ചയുടെയും മറ്റു മൃഗങ്ങളുടെയും പിന്നാലെ അതിനെയൊക്കെ കൊന്നു നിന്ന് ജീവിച്ച് ആ സ്വഭാവത്തിലേക്ക് മാറിയ, അല്ലെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിന്റെ എസൻസ് ഉണ്ട്, അപ്പൊ അതിനെയൊക്കെ വർദ്ധിപ്പിച്ചിട്ട് ആ തമോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോഴാണ് മരിക്കുന്നതെങ്കിൽ അധോ ജന്മത്തിലേക്ക് പോകും, യാതൊരു സംശയവും വേണ്ട എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തമോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോഴാണ് മരിക്കുന്നതെങ്കിൽ പക്ഷി മൃഗാദി മൂഢയോനികളിൽ ജനിക്കാനിടവരും. അപ്പം ഇതിന്റെ വ്യത്യാസം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ശരീരത്തിലൂടെ കിട്ടിയിരിക്കുന്ന കർമ്മേന്ദ്രിയങ്ങളുടെ എല്ലാ ശക്തികളുടെയും യൂട്ടിലൈസേഷൻ യഥാവിധി നിർവഹിച്ചില്ലെങ്കിൽ, അഥവാ നമുക്ക് കിട്ടിയിട്ടുള്ള പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും ശരീരത്തിലുള്ള ശക്തികളും യഥാവിധി യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ, ഏത് ശക്തിയാണോ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാതിരിക്കുന്നത് അതിന് മാന്യം സംഭവിച്ചു. അതൊക്കെയാണ് അധപ്പതനത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് അർത്ഥം. ഇപ്പൊ കണ്ണിന്റെ ധർമ്മം കാണേണ്ട വിധത്തിൽ കാണണം. അതിലെ കാഴ്ചയിൽ തന്നെ ഗുണദോഷങ്ങളെ തിരിച്ചറിയണം. അപ്പൊ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ച് ജീവിതം നയിച്ചാൽ പിന്നെ കണ്ണിന്റെ ആവശ്യം എന്താ? കണ്ണിന്റെ ശക്തി മന്ദീഭവിക്കും, പിന്നെ അടുത്ത ജന്മത്തിൽ കണ്ണില്ലാതെ ജനിക്കും. അതേപോലെ നമ്മുടെ ശരീരത്തിൽ കിട്ടിയിരിക്കുന്ന ബുദ്ധി കിട്ടിയിട്ടുണ്ട്. ആ ബുദ്ധിയുടെ പ്രത്യേകത എന്താ? മനുഷ്യന് വിശേഷ ബുദ്ധിയുണ്ട്, ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള ബുദ്ധിയാണ്. അത് വേണ്ട വിധത്തിൽ യൂട്ടിലൈസ് ചെയ്യാതെ പരാബുദ്ധി ഉപയോഗിച്ചാൽ, അതായത് മറ്റുള്ളവർ പറയുന്ന കേട്ട് മറ്റുള്ളവർ കാണിച്ചു തരുന്നത് മാത്രമാണ് ശ്രേഷ്ഠം എന്ന് കരുതി അതിന്റെ പിന്നാലെ അന്ധമായിട്ട് വിശ്വസിച്ച് പോയി അവനവന്റെ ബുദ്ധി യൂട്ടിലൈസ് ചെയ്യാതെ ഇരുന്നാൽ അവനവന്റെ ബുദ്ധിക്ക് മാന്യം സംഭവിക്കും. അടുത്ത ജന്മത്തിൽ ബുദ്ധി മാന്യമുള്ള അല്ലെങ്കിൽ ഓട്ടിസം ബാധിച്ച് ജനിക്കും. ഇതൊക്കെ ദണ്ഡനീതി വളരെ കൃത്യമാണ്. നമ്മൾ ഏതേത് വിധത്തിൽ ജീവിക്കുന്നോ അതനുസരിച്ചാണ് ഫലം. ഈ ഫലം സൃഷ്ടിക്കുന്നതിലോ അല്ലെ ഫലം കർമ്മമോ ഭഗവാൻ സൃഷ്ടിക്കുന്നില്ല, കർമ്മഫലത്തിൽ ഭഗവാൻ ഇച്ഛയില്ല. ഇതിന്റെ ഒന്നും യാതൊരു ഉത്തരവാദിത്വം ഭഗവാൻ ഇല്ല എന്നർത്ഥം.
നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മശക്തിക്ക് ഈ പറയുന്ന കാര്യങ്ങളിൽ ഒന്നും ഇൻട്രസ്റ്റ് ഇല്ല. നമ്മൾ ഈ മായയിൽപ്പെട്ടിട്ട് ഈ സത്വരജ തമോ ഗുണങ്ങളുടെ പ്രഭാവത്താൽ നമ്മൾ നമ്മുടെ ശക്തിയെ പോലും മറന്നിട്ട് ജീവിച്ചാൽ അതിൻ്റെയൊക്കെ പ്രഭാവം, അതിൻ്റെയൊക്കെ പരിണത ഫലങ്ങൾ അനുഭവിക്കുന്നവരും നമ്മൾ തന്നെയായിരിക്കും. അപ്പൊ ഈ ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള ശക്തികൾ നമുക്ക് തന്നിട്ടുണ്ട്. കയ്യും കാലും ഒക്കെ നിൽക്കേണ്ട, അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ മറ്റുള്ളവരുടെ ആശ്രയത്തിൽ അവനവന്റെ ശക്തികളെ ഉപയോഗിക്കാതിരുന്നാൽ അപ്പൊ കൈയില്ലാതെയോ കാലില്ലാതെയോ ഇല്ല അത് വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാതെയോ ഏതേത് ഇന്ദ്രിയ ശക്തികൾ നമ്മുടെ ശരീരത്തുള്ളതിനെ നമുക്ക് തന്നിട്ടുള്ളത് ഉപയോഗിക്കാനാണ്. അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതിരുന്നാലാണ് അധപ്പതനം സംഭവിക്കുക. അതാണ് ഈ മൂഢയോനികളിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ. മനുഷ്യജന്മത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ശക്തികളെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ ജനിക്കാൻ ഇടവരും. അതിലും അധപ്പതിച്ചാലാണ് പക്ഷിമൃഗാദികളിലേക്ക് പോവുക. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നർത്ഥം. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഇത് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം നായനമാർക്കേണ മഹിമഗീശാ ഗോബ്രാഹ്മണേഭ്യ ശുഭോസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.